പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിക്കാറുള്ള ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ദ ഗ്രാഫിക്കൽ സൊല്യൂഷൻ ഓഫ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വാളിറ്റീസ് ഈ ഷോൺ ഇൻ ഫിഗർ. നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ആ ഗ്രാഫിനകത്ത് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ലൈൻ L1, L2, L3 കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒറിജിനൽ നമുക്കറിയാം 0, 0 ആണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ L1 എന്ന് പറയുന്ന ലൈൻ ഏതിൽ കൂടെ 3, 3 എന്ന് പറയുന്ന ഒരു പോയിന്റിൽ കൂടെയും ഈ ഒരു പോയിന്റ് 0 ഇവിടെ 5 തന്നേക്കണേ. അപ്പോൾ ഈ ഒരു കോർഡിനേറ്റ് നമുക്ക് എ എന്ന് കൊടുക്കാം. ആ എയിലെ കോർഡിനേറ്റ് ഏതായിരിക്കും? ഇത് ഏത് ആക്സിസ് ആണ്? വൈ ആക്സിസ് ആണ്. വൈ ആക്സിസിലാവുമ്പോൾ ഇത് എക്സ് ആക്സിസ് ആണ്. വൈ ആക്സിൽ എ 0 ആണ്, എക്സ് 0 ആണ്. അപ്പോൾ ദ കോർഡിനേറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 0, 5 ആയിരിക്കും. ഈ ലൈൻ വേറെ ഏത് പോയിന്റിൽ കൂടെ പാസ് ചെയ്യണം? 3, 3 അല്ലേ? അപ്പോൾ അടുത്ത കോർഡിനേറ്റ് 3, 3 ആയി. അപ്പോൾ ഇക്വേഷൻ ഓഫ് L1 എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് ഏതൊക്കെ കിട്ടി നമുക്ക്? ഇവിടുത്തെ ഇതാണ് L1 എന്ന് പറഞ്ഞ ലൈൻ. അപ്പോൾ ഒരു കോർഡിനേറ്റ് 0, 5 ആയി. അത് പാസ് ചെയ്യണ പോയിന്റ് 3, 3 ആയി. അപ്പോൾ 0, 5ഉം 3, 3 ആണ് നമ്മുടെ അവിടുത്തെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞത്. അതിനെ നമ്മൾ x1, y1 എന്ന് കൊടുക്കാം. ഇത് നമ്മൾ x2, y2 എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഇക്വേഷൻ എഴുതാറിയാം നമുക്ക്. ആദ്യം സ്ലോപ്പ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ y2 മൈനസ് y1 ബൈ s2 മൈനസ് x1 ആണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ഇക്വേഷനിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് വരും നോക്കിയേ മക്കളെ? 3 മൈനസ് 5 ഡിവൈഡഡ് ബൈ 3 മൈനസ് 0 വരും. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -2 ഡിവൈഡഡ് ബൈ 3 കിട്ടും. -2/3 കിട്ടി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പാസ് ചെയ്യുന്ന പോയിന്റ് ആദ്യത്തെ പോയിന്റ് 0, 5 എടുക്കണം. സ്ലോപ്പ് എം നമ്മൾ -2/3 എടുക്കണം. ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു x മൈനസ് x1 ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷനിലേക്ക് കൊടുത്തേ y മൈനസ് ഇത് x1 ഇത് y1. അപ്പോൾ y1ൻ്റെ സ്ഥാനത്ത് 5 വരും, എമ്മിൻ്റെ സ്ഥാനത്ത് -2/3 വരും, എക്സ് -0 വരും. നമ്മളിപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത്ര എഴുതി വെച്ചാലും മതി, ഫുൾ മാർക്ക് അവിടെ കിട്ടും. സമയം ഉണ്ടെങ്കിൽ അതനുസരിച്ച് നോക്കിയിട്ട് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. 3 കൂടി എടുത്തു. അപ്പോൾ 3 ഇൻറ്റു y മൈനസ് 5 ഈക്വൽ ടു -2 ഇൻറ്റു എക്സ്. കാരണം x -0 എന്ന് പറഞ്ഞാൽ എക്സ് അല്ലേ? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3y ആയി, -15 ആയി, -2x ആയി. ഇതിനെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും നോക്കിയേ? 3y -15 പ്ലസ് 2x ഈക്വൽ ടു 0 ആയി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 2x പ്ലസ് 3y -15 ഈക്വൽ ടു 0 ആയി. നമ്മുടെ ഒരു ഇക്വേഷൻ ആയി. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ ആദ്യത്തെ L1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ ഇക്വേഷൻ ഓഫ് L2 എടുക്കണം. ഇക്വേഷൻ ഓഫ് L2 ആണ്. ഈ L2 എന്ന് പറയുന്നത് ഏത് ആക്സിസിന് പാരില്ല എന്ന് നോക്കിയാൽ മക്കളെ? എക്സ് ആക്സിന് പാരില്ല. എക്സ് ആക്സിന് പാരില്ലാകുമ്പോൾ y ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. കാരണം ഇതാണ് ഇക്വേഷൻ. ഇവിടെ 2 ആണ് നമുക്ക് തന്നത്. ഇവിടെ എടുത്താലും 2 ആയിരിക്കും, ഇവിടെ എടുത്താലും എക്സിന് ഏത് കോർഡിനേറ്റ് എടുത്താലും അത് എക്സ് ആക്സിന് പാരലാണ്. അത് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. അപ്പോൾ y ഈക്വൽ ടു കോൺസ്റ്റന്റ് ആയിരിക്കും. ആ കോൺസ്റ്റന്റ് ഏതാ അവിടെ തന്നെ? 2 ആണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? y ഈക്വൽ ടു 2 ആണ്. കാരണം എക്സ് ആക്സിന് പാരലായിട്ട് ഒരു ലൈൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. y കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ആ കോൺസ്റ്റന്റ് 2 അല്ലേ? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്നാ കിട്ടി? y ഈക്വൽ ടു 2 എന്ന് കിട്ടി. ഇനി നമ്മൾ ഏതോടെ കണ്ടുപിടിക്കണം? ഇക്വേഷൻ ഓഫ് എ ലൈൻ L3യോടെ കണ്ടുപിടിക്കണം. L3 എന്ന് പറഞ്ഞ ലൈൻ ഏതിൽ കൂടെ പാസ് ചെയ്ത് നോക്കിയാൽ മക്കളെ? ഒറിജിനിൽ കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഓഫ് എ ലൈൻ L3 ആണ് അടുത്ത് വരുന്നത്. അപ്പോൾ ഇത് ഈ ലൈൻ L3 ഏതിൽ കൂടെ പാസ് ചെയ്ത് നോക്കി? ഒരു കോർഡിനേറ്റ് 0, 0, ഒരു കോർഡിനേറ്റ് 3, 3 ആണ്. അപ്പോൾ ഒരു കോർഡിനേറ്റ് നമ്മൾ 0, 0 എഴുതി, അടുത്ത കോർഡിനേറ്റ് നമ്മൾ എന്ത് എഴുതി? 3, 3 എഴുതി. അപ്പോൾ നമ്മുടെ ഇത് x1 ആയി, ഇത് y1 ആയി, x2 ആയി, y2 ആയി. 2 കോർഡിനേറ്റ് കിട്ടി. അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കണം? സ്ലോപ്പ് കണ്ടുപിടിക്കണം. അപ്പോൾ സ്ലോപ്പ് y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ s2 മൈനസ് x1 ആണ് നമ്മുടെ സ്ലോപ്പ് m എന്ന് പറയുന്നത്. അപ്പോൾ m ഈക്വൽ ടു എന്ത് വരും? ഇത് y2. അപ്പോൾ 3 മൈനസ് 0 ഡിവൈഡഡ് ബൈ 3 മൈനസ് 0 വരും. അപ്പോൾ നമ്മുടെ ആൻസർ 3 ഡിവൈഡഡ് ബൈ 3 വരും. ആൻസർ നമുക്ക് 1 കിട്ടും. അപ്പോൾ ഈ സ്ലോപ്പ് ഓഫ് എ ലൈൻ L3 എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 കിട്ടി അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഏതെങ്കിലും ആദ്യത്തെ പോയിന്റ് നമ്മൾ പാസ് ചെയ്യണ പോയിന്റ് ആയിട്ട് എടുക്കണം. അത് ഏതായിട്ട് എടുക്കണം? 0, 0 എടുത്താൽ മതി. ഇതാണ് x1, y1. സ്ലോപ്പ് m എന്ന് പറഞ്ഞ 1 ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഏതാ? y മൈനസ് y1 ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1 ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ആ ഇക്വേഷനകത്തേക്ക് ഈ വാല്യൂസ് എല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. y മൈനസ് y1 എന്ന് പറഞ്ഞാൽ 0 അല്ലേ മക്കളെ? ഈ y1 എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആണ്. m എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ തന്നെ എഴുതി. m എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ലോപ്പ് എക്സ് മൈനസ് 0 ആണ്. അപ്പോൾ m എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ y മൈനസ് 0 ഈക്വൽ ടു 1 ഇൻറ്റു എക്സ് മൈനസ് 0 കിട്ടും.
അപ്പോൾ y മൈനസ് 0 എന്ന് പറഞ്ഞാൽ y ആണ്, 1 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്നാ കിട്ടുക? ഐഡന്റിറ്റി ഫംഗ്ഷനാണ് ശരിക്കും അല്ലേ? നോക്കിക്കേ, നമ്മൾ എക്സ് ആക്സിന് പാരലായിട്ട് പോകുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം y ഈക്വൽ ടു എക്സ് ആയിരിക്കും ഏത് ലൈൻ L3യുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇപ്പൊ നമ്മുടെ ലെവൽ 1 നമ്മൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. അടുത്ത നമ്മൾ എന്താണ്? ലെവൽ 2 ഉണ്ട്, ലെവൽ 3 ഉണ്ട്. ലെവൽ 2 എന്ന് പറഞ്ഞ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഓരോന്നും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്ററിനകത്ത് കുറച്ച് പഴയ ടെസ്റ്റിനകത്ത് കുറേ ഡിലീറ്റഡ് ടോപ്പിക് ഉണ്ട്. അപ്പോൾ നമുക്ക് എക്സാമിന് വരണതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും ലെവൽ 2 ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ലെവൽ 3 നമ്മൾ 2014 തൊട്ടുള്ള 2022, 23 വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ലെവൽ 3 ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം എന്ത് പഠിക്കണം? ലെവൽ 2 ആയിരിക്കും നമ്മൾ പഠിക്കേണ്ടത്. ലെവൽ 2 പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനൊക്കെ ഈസി ആയിട്ട് നമുക്ക് കണ്ടന്റ് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു ചാപ്റ്റർ അങ്ങനെ കണ്ടന്റ് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാ കുട്ടികളും ഈ ലെവൽ 1 നമ്മൾ നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം നിങ്ങൾ L2, L3 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിത് മാക്സിമം അവരുടെ ക്ലാസ്സുകളെല്ലാം മാക്സിമം കുട്ടികളിലേക്ക് എത്തിക്കണം. അത് നിങ്ങളുടെ കയ്യിലാണുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക, എല്ലാവരോടും ക്ലാസ് അവറിൽ ജോയിൻ ചെയ്യാൻ പറയുക. നമ്മുടെ ഈ ആപ്പിനകത്ത് വളരെ നിസ്സാരം ഒരു 1 ഇയർ കോഴ്സിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ വെറും 1899 രൂപയും ബാച്ച് വൈസ് ക്ലാസ്സിനകത്തേക്ക് നമ്മൾ ഫീസ് നിങ്ങളുടെ ആപ്പിൽ കയറുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഒരു വർഷത്തേക്ക് നമുക്ക് മാത്സ് എന്ന് പറയുന്ന ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് എല്ലാ ചാപ്റ്ററും പഠിക്കാനായിട്ട് വെറും 1899 രൂപയെ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഓരോ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു കണ്ടന്റ് മനസ്സിലാവും. നമ്മളൊരു ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ വെറുതെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിക്കുക, അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും മാത്രം പഠിച്ചാൽ നമുക്കൊരു എൻട്രൻസ് എക്സാമോ അല്ലെങ്കിൽ നമ്മൾ ഹയർ എഞ്ചിനീയറിങ്ങിനൊന്നും പോകുമ്പോൾ നമുക്ക് ഒരിക്കലും നമുക്ക് അവിടെ മാർക്ക് സ്കോർ ചെയ്യാനോ അല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റില്ലാത്ത ഒരു അവസ്ഥ വരും. അല്ലെങ്കിൽ മെഡിക്കൽ ആണെങ്കിൽ പോലും എന്ത് കാര്യത്തിനും മാത്സ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വെച്ചിട്ട് ശരിക്കും ബേസിക് മനസ്സിലാക്കി പഠിക്കുക. മാക്സിമം കുട്ടികളെ നിങ്ങൾ ക്ലാസ് ഓറയിൽ ജോയിൻ ചെയ്യിപ്പിക്കുക കേട്ടോ.